നമസ്കാരം. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ഡിഗ്രി ക്ലാസ്സുകളിലേക്ക് പ്രിയ വിദ്യാർത്ഥികൾക്ക് സ്വാഗതം. ഫണ്ടമെന്റൽസ് ഓഫ് പൊളിറ്റിക്കൽ സയൻസ് എന്ന പേപ്പറിലെ 4ാമത്തെ ബ്ലോക്കിലെ 4ാമത്തെ യൂണിറ്റ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഡെമോക്രസി ആൻഡ് മൾട്ടി കൾച്ചറലിസം എന്നാണ് ഈ ഒരു യൂണിറ്റിന്റെ പേര്. അപ്പൊ ഇവിടെ ജനാധിപത്യം എന്നത് ആശയത്തെ അടിസ്ഥാനമാക്കിയിട്ടുള്ള ഒരു രാഷ്ട്രീയ വ്യവസ്ഥിതിയാണ് ഇന്ത്യയിൽ ഉൾപ്പെടെയുള്ള ഒട്ടുമിക്ക രാജ്യങ്ങളിലും ഇന്ന് നിലനിൽക്കുന്നത്. ഇപ്പൊ ഡെമോക്രസി എന്താണ്? ജനങ്ങളുടെ അധികാരം അല്ലെങ്കിൽ ജനങ്ങൾക്ക്, പീപ്പിൾ ഇൻ പവർ എന്നാണ് ജനാധിപത്യം എന്നതിന് ഏറ്റവും സിമ്പിൾ ആയിട്ട് നമുക്ക് പറയാവുന്ന ഒരു ഡെഫിനേഷൻ എന്ന് പറയുന്നത്. അപ്പോ ഇതില് അധികാരം ജനങ്ങളിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്, ജനങ്ങളാണ് അധികാരം കൈയാളുന്നത്, ജനങ്ങൾക്ക് വേണ്ടി തന്നെയാണ് ഈ ഓരോ അധികാരം കൊണ്ട് ഉള്ള ഓരോ പ്രക്രിയകളും അരങ്ങേറുന്നതും ജനങ്ങൾക്ക് വേണ്ടി തന്നെയാണ്. അപ്പോൾ ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളുടെ ജനപ്രതിനിധികളെ അവർ തന്നെ തെരഞ്ഞെടുത്ത് അവരിലൂടെ ഭരണം നടക്കുന്ന ഒരു സിസ്റ്റത്തെയാണ് നമ്മൾ ജനാധിപത്യം എന്ന് പറയുന്നത്. ഇപ്പൊ ജനാധിപത്യത്തിന്റെ ആശയം അത് ഒരു പീപ്പിൾ സോവറിനിറ്റി എന്ന ഒരു ആശയം വരുന്നത് പുരാതന ഗ്രീസിൽ നിന്നൊക്കെയാണ് ഇത്തരം ഒരു ആശയം വരുന്നത്. ഇപ്പൊ ഗ്രീസിൽ ഇത് നിലനിന്നിരുന്നത് ഒരിക്കലും ഇന്ന് കാണുന്ന രീതിയിലുള്ള ഒരു ഡെമോക്രസി ആയിരുന്നില്ല. ഡയറക്റ്റ് ഡെമോക്രസി ആയിരുന്നു ഗ്രീസിൽ നിലവിലുണ്ടായിരുന്നത്. അവിടുത്തെ പ്രഭുക്കന്മാർക്കും മാത്രമായിരുന്നു അന്ന് വോട്ടവകാശം ഉണ്ടായിരുന്നത്. അവരൊരു നേരിട്ട് ഒരു ഡയറക്റ്റ് ഡെമോക്രസിയാണ് ഗ്രീസിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ അവകാശങ്ങൾക്കും സ്വാതന്ത്ര്യങ്ങൾക്കും ഒക്കെ അനുവാദം കിട്ടുന്ന രീതിയിലാണ് നമ്മൾ ജനാധിപത്യം സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ജനാധിപത്യത്തിന്റെ ഒരു അടിസ്ഥാന ആശയങ്ങൾ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ഒന്നാമത്തേത് റൂൾ ഓഫ് ലോ ആണ്, നിയമത്തിന്റെ ആധിപത്യമാണ്. അവകാശങ്ങൾക്കും സ്വാതന്ത്ര്യങ്ങൾക്കും ഒക്കെ അംഗീകാരം ലഭിക്കുന്ന ഒരു സിസ്റ്റമാണ് ഡെമോക്രസി. ഇതിനിവിടെ പ്രതിപക്ഷത്തിനും സ്ഥാനമുണ്ട്, മാധ്യമങ്ങളുടെ സ്വാതന്ത്ര്യത്തെ അംഗീകരിക്കുന്നുണ്ട്. ഭരണപക്ഷം മെജോറിറ്റിക്ക് ഭരണം ലഭിക്കുമ്പോൾ തൊട്ടു പിന്നോക്കം നിൽക്കുന്ന അല്ലെങ്കിൽ തൊട്ടു പിന്നിലുള്ള കക്ഷികൾക്ക് അവിടെ പ്രതിപക്ഷമായിട്ട് പ്രവർത്തിക്കാനുള്ള അധികാരം ലഭിക്കുന്നുണ്ട്. അപ്പോൾ പ്രതിപക്ഷത്തിനും ജനാധിപത്യത്തിൽ വലിയ റോളുണ്ട്. ഇനി നമുക്ക് എത്ര ടൈപ്പാണ് ജനാധിപത്യം ഉള്ളതെന്ന് നോക്കാം, അല്ലെങ്കിൽ ടൈപ്സ് ഓഫ് ഡെമോക്രസി നോക്കാം. ഒന്നാമത്തേത് ഡയറക്റ്റ് ഡെമോക്രസിയാണ്, നേരിട്ടുള്ള ജനാധിപത്യമാണ്. ജനങ്ങൾ തന്നെ നേരിട്ട് ജനാധിപത്യ പ്രക്രിയയിൽ പങ്കാളികളാകുന്ന ഒരു അവസ്ഥയാണിത്. ഇത് സ്വിറ്റ്സർലൻഡില് അതുപോലെ തന്നെ റഫറൻഡം രീതികളൊക്കെ ഡയറക്റ്റ് ഡെമോക്രസിയുടെ എക്സാമ്പിൾ ആണ്. ഇനി മറ്റൊന്നെന്ന് പറയുന്നത് പരോക്ഷ ജനാധിപത്യമാണ്, ഇൻഡയറക്റ്റ് ഡെമോക്രസിയാണ്. ജനങ്ങള് അവരുടെ പ്രതിനിധികൾ വഴി, ജനപ്രതിനിധികളെ തെരഞ്ഞെടുത്ത് ആ പ്രതിനിധികൾ വഴി ജനങ്ങളുടെ ഹിതം നടപ്പിലാക്കപ്പെടുന്ന ഒരു സിസ്റ്റം ഇന്ത്യയിലും അമേരിക്കയിലും ബ്രിട്ടനിലൊക്കെ നിലനിൽക്കുന്ന ഒരു സിസ്റ്റമാണ് ഈ പറയുന്ന പരോക്ഷ ജനാധിപത്യം എന്ന് പറയുന്നത്. ഇനി മറ്റൊന്നാണ് ഡെലിബറേറ്റീവ് ഡെമോക്രസിയാണ്, ഉപദേശക ജനാധിപത്യം എന്ന് പറയാം. ഇവിടെ തീരുമാനങ്ങൾ ആലോചനയുടെയും പൊതു ചർച്ചകളുടെയും ഒക്കെ അടിസ്ഥാനത്തിലാണ് എടുക്കുന്നത്. അപ്പൊ ഗഹനമായിട്ടുള്ള പ്രാതിനിധ്യമുള്ള ഒരു രീതിയാണ് ഈ പറയുന്ന ഉപദേശക ജനാധിപത്യം അല്ലെങ്കിൽ ഡെലിബറേറ്റീവ് ഡെമോക്രസി എന്ന് പറയുന്നത്. ഇനി നമുക്ക് ലിബറൽ ജനാധിപത്യമാണ് മറ്റൊന്ന്. അത് വ്യക്തിപരമായ അവകാശങ്ങള്, നിയമപരമായിട്ടുള്ള പരിരക്ഷ, സ്വതന്ത്ര മാധ്യമ വ്യവസ്ഥ ഒക്കെ നിലനിൽക്കുന്ന ഒരു രീതിയാണ് ഇത്. ഇനി നമുക്ക് ഷെഡ്യൂൾഡ് അല്ലെങ്കിൽ പാർട്ടിസിപ്പേറ്ററി ജനാധിപത്യം, പാർട്ടിസിപ്പേറ്ററി ഡെമോക്രസി എന്നൊരു സിസ്റ്റം ഉണ്ട്. സാധാരണ പൗരന്മാരെ കൂടുതൽ ഭൂരിപക്ഷമായിട്ട് തീരുമാനങ്ങളിൽ പങ്കെടുപ്പിക്കുന്ന ഒരു രീതിയാണ് ഇത്. ഇത് നമുക്ക് നമ്മുടെ ഇന്ത്യയിലൊക്കെ നിലനിൽക്കുന്ന ചില പ്രത്യക്ഷ ജനാധിപത്യത്തിന്റെ ചില രീതികൾ ഒന്ന് നോക്കാം. ഒന്നാമത്തേത് റഫറണ്ടമാണ്. ചില പ്രത്യേക ഉപാധികൾ അല്ലെങ്കിൽ ടൂൾസ് എന്ന് പറയാം അല്ലെ, പ്രത്യക്ഷ ജനാധിപത്യം നിലനിന്ന് പോകുന്ന ചില ടൂൾസ് ആയിട്ട് ഉള്ള ചില മാർഗങ്ങളെയാണ് നമ്മൾ ഇവിടെ പരിശോധിക്കുന്നത്. ഒന്നാമത്തേത് റഫറണ്ടമാണ്. റഫറണ്ടം എന്ന് പറയുന്നത് ഒരു നിർദ്ദിഷ്ട വിഷയത്തിലെ ജനങ്ങളുടെ അഭിപ്രായം നേരിട്ട് ശേഖരിക്കുന്നതിനെയാണ് നമ്മൾ റഫറണ്ടം എന്ന് പറയുന്നത്. അതായത് ഒരു നിയമം കൊണ്ടുവരുന്നതിന് മുൻപോ അല്ലെങ്കിൽ ശേഷമോ ഒക്കെ പൗരന്മാരുടെ അംഗീകാരം തേടുന്നതിനെയാണ് റഫറണ്ടം എന്ന് പറയുന്നത്. ഒരു പുതിയ ഭരണഘടനാ ഭേദഗതിയൊക്കെ സ്വീകരിക്കുമ്പോൾ ജനങ്ങളുടെ താല്പര്യം ശ്രദ്ധിക്കാറുണ്ട് അല്ലെങ്കിൽ എടുക്കാറുണ്ട്. ഇതിനെയാണ് റഫറണ്ടം എന്ന് പറയുക. ഇനി മറ്റൊന്നാണ് ഇനിഷ്യേറ്റീവ്. ഇനിഷ്യേറ്റീവ് എന്ന് പറയുന്നത് സാധാരണ പൗരന്മാർക്ക് തന്നെ ഒരു നിയമം രൂപപ്പെടുത്തി എടുക്കുന്നതിന് ജനവിധിക്ക് വിധേയമാകാനുള്ള അവസരം ലഭിക്കുന്നു. ഇതാണ് ഇനിഷ്യേറ്റീവ് എന്ന് പറയുന്നത്. അതായത് നിശ്ചിത എണ്ണത്തിൽ ഒപ്പുകൾ ശേഖരിച്ചാൽ അതിന് ഉത്തരവാദികളായ അധികാരികൾ അതിനെ
പരിഗണിക്കും. ഇതിനെയാണ് ഇനിഷ്യേറ്റീവ് എന്ന് പറയുന്നത്. അപ്പൊ പൗരന്മാരുടെ നിയമനിർദ്ദേശ പ്രക്രിയ എന്ന് നമുക്ക് വേണമെങ്കിൽ ഇതിനെ വിളിക്കാവുന്നതാണ്. പൗരന്മാര് നിയമങ്ങൾക്ക് വേണ്ടി ഒരു നിർദ്ദേശം സമർപ്പിക്കുന്നു, അതാണ് ഇനിഷ്യേറ്റീവ് എന്ന് പറയുന്നത്. ഇനി മറ്റൊന്നാണ് റീകോൾ ആണ്, തിരിച്ചു വിളിക്കൽ, റീകോൾ. ജനങ്ങള് ഒരു പ്രതിനിധിയെ തെരഞ്ഞെടുത്ത് വിട്ടിട്ടുണ്ട്, പക്ഷെ സഭയില് അയാളുടെ ആ വ്യക്തിയുടെ പ്രവർത്തനത്തിൽ ജനങ്ങൾക്ക് സംതൃപ്തി ഇല്ലെങ്കിൽ അവരെ തിരിച്ചു വിളിക്കാനുള്ള ഒരു അധികാരമുണ്ട്, അതാണ് റീകോൾ. ഇതും നമ്മൾ മുൻപേ പറഞ്ഞ ഇനിഷ്യേറ്റീവിലൊക്കെ പറഞ്ഞതുപോലെ തന്നെ ഒപ്പ് ശേഖരണം വഴിയാണ് റീകോള് ചെയ്യുന്നത്. ഒപ്പ് മുഖേന പത്രിക തിരിച്ച് വിളിക്കാനുള്ള ഒരു അധികാരമുണ്ട്. മറ്റൊന്നാണ് പ്ലബിസൈറ്റ് ആണ്. പൊതു പ്രശ്നങ്ങളിലും അതുപോലെ തന്നെ ഭൂപ്രദേശങ്ങളുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങളിലൊക്കെ ജനവിധി തേടുന്നതിനെയാണ് പ്ലബിസൈറ്റ്, ജനഹിത പരിശോധന എന്ന് പറയാം, അതാണ് പ്ലബിസൈറ്റ് എന്ന് പറയുന്നത്. ഇനി മറ്റൊന്നാണ് പോപ്പുലർ അസംബ്ലീസ്, അതായത് ജനകീയ ചർച്ചകൾ നടത്താറുണ്ട്. ഇപ്പൊ പ്രാദേശിക ഭരണ സ്ഥാപനങ്ങളിലൊക്കെ ജനങ്ങൾ നേരിട്ട്, ഗ്രാമസഭകളിലൊക്കെ പങ്കെടുക്കാറില്ല എന്നതുപോലെ ജനങ്ങള് നേരിട്ട് ചർച്ചകളിൽ പങ്കെടുക്കുന്ന ഒരു രീതി, ഇതിനെയാണ് ജനകീയ ചർച്ചകൾ അല്ലെങ്കിൽ പോപ്പുലർ അസംബ്ലീസ് എന്ന് പറയുന്നത്. ഇത് നമ്മൾ നോക്കുന്നത് മൾട്ടി കൾച്ചറലിസം എന്താണെന്നാണ്. അപ്പൊ മൾട്ടി കൾച്ചറലിസം എന്നത് പല സംസ്കാരങ്ങളും അതുപോലെ പല മതങ്ങളിലും സമൂഹങ്ങളിലും ഒക്കെയുള്ള ആളുകൾ സമഗ്രമായിട്ട് ഒരുമിച്ച് ജീവിക്കണം എന്ന ആശയത്തെ മുൻനിർത്തിയുള്ള അല്ലെങ്കിൽ അങ്ങനെ ഒരു ആശയത്തെ അടിസ്ഥാനമാക്കിയിട്ടുള്ള സാമൂഹിക രാഷ്ട്രീയ നയങ്ങളെയാണ് നമ്മൾ മൾട്ടി കൾച്ചറലിസം എന്ന് പറയുന്നത്. അപ്പൊ ഇത് വിവിധ സമുദായങ്ങളുടെയും അതുപോലെ തന്നെ സംസ്കാരങ്ങളുടെയും ഒക്കെ അവകാശങ്ങളെയൊക്കെ അംഗീകരിക്കുന്ന ഒരു, അതിനെയൊക്കെ തിരിച്ചറിഞ്ഞ് ഇതിനെയൊക്കെ എംബ്രാസ് ചെയ്ത് പോകുന്ന ഒരു സിസ്റ്റമാണ് മൾട്ടി കൾച്ചറലിസം. ഇനി ഇതിന്റെ പ്രധാനപ്പെട്ട സവിശേഷതകൾ, മൾട്ടി കൾച്ചറലിസത്തിന്റെ പ്രധാന സവിശേഷതകൾ, ഒന്നാമത്തേത് പ്ലൂരലിസം ആണ്. ഒരു ബഹുസ്വരത ഉണ്ടായിരിക്കും. ഒരു സമൂഹത്തിൽ ഒന്നിലധികം അല്ലെങ്കിൽ പല വിഭാഗത്തിൽപ്പെട്ട ആളുകളും പല വിഭാഗത്തിൽപ്പെട്ട കൾച്ചറുകൾ ഒക്കെ നിലനിൽക്കും. അതൊരു മൾട്ടി കൾച്ചറലായിട്ട് അല്ലെങ്കിൽ ഒരു പ്ലൂരലിസം ഉണ്ടാവും, ഒരു ബഹുസ്വരത ഉണ്ടായിരിക്കും. രണ്ടാമത്തത് മ്യൂച്വൽ റെസ്പെക്റ്റ് ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞ ബഹുസ്വരതയുണ്ട് സൊസൈറ്റിയിൽ. അപ്പൊ ഇവർ പരസ്പരം, സമൂഹത്തിലുള്ള പല സംസ്കാരം ഉൾക്കൊള്ളുന്ന ആളുകൾ തമ്മിൽ പരസ്പര ബഹുമാനത്തോടു കൂടി പോകുന്ന ഒരു രീതി. അപ്പൊ പരസ്പര സംസ്കാരങ്ങളെ ബഹുമാനത്തോടെ കാണുന്ന ഒരു രീതിയാണ് ഇത്. ഇനി മറ്റൊന്നാണ് റെക്കഗ്നിഷൻ ഓഫ് റൈറ്റ്സ്. പരസ്പരം അവകാശങ്ങൾ തിരിച്ചറിയുകയും അവകാശങ്ങൾക്ക് പരിഗണന കൊടുക്കുകയും ചെയ്യും. അപ്പൊ നമ്മൾ നമ്മുടെ അവകാശങ്ങൾക്ക് വേണ്ടി മാത്രം നിലകൊള്ളാതെ നമ്മുടെ സമൂഹത്തിലുള്ള മറ്റുള്ളവരുടെ അവകാശങ്ങൾക്കും അതുപോലെ മറ്റുള്ളവരുടെ അവകാശങ്ങളെ കൂടി നമ്മൾ പരിഗണിക്കുന്ന ഒരു അവസ്ഥ ഈ മൾട്ടി കൾച്ചറലിസത്തിൽ ഉണ്ടായിരിക്കും. ഇനി യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി, നാനാത്വത്തിൽ ഏകത്വം എന്ന് നമ്മൾ പറയാറുണ്ട്. ഇന്ത്യയുടെ കൾച്ചറിനെയൊക്കെ നമ്മൾ എപ്പോഴും പറയാറുണ്ട് യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി എന്നത്. അതായത് ബഹുസ്വരത നിലനിൽക്കുമ്പോഴും അതിനിടയിൽ ഈ ബഹുസ്വരതയൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് ഇവരെല്ലാവരും ഒന്നാണെന്നൊരു തോന്നല് അത്തരം ഒരു സമൂഹത്തിൽ ഉണ്ടായിരിക്കും. ഇപ്പൊ ഇന്ത്യയില് വിവിധ ഭാഷ സംസാരിക്കുന്നത്, വിവിധ മതങ്ങളില് വിശ്വസിക്കുന്നവര്, വിവിധ രാഷ്ട്രീയ ആശയങ്ങളെ ഫോളോ ചെയ്യുന്നവര്, ഇനി പല പ്രദേശങ്ങളിലുള്ളവര്, വിവിധ ഗോത്രങ്ങളൊക്കെ ഇന്ത്യയിൽ നിലനിൽക്കുന്നുണ്ട്. പക്ഷെ ഈ നാനാത്വത്തെ ഒക്കെ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ ഇന്ത്യ എന്നൊരു എൻറ്റിറ്റി അല്ലെങ്കിൽ നമ്മളെല്ലാവരും തുല്യരാണ്, ഒന്നിച്ചുള്ളവരാണ് എന്നുള്ള ഒരു ഐക്യ ചിന്തയാണ് യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ ഇത്തരം മൾട്ടി കൾച്ചറലിസത്തില് ഇതിനെ എല്ലാത്തിനെയും ഉൾക്കൊണ്ടുകൊണ്ട് പോകാനുള്ള ഒരു പ്രവണതയാണ്. അപ്പൊ നമുക്കറിയാം മൾട്ടി കൾച്ചറലിസത്തിന്റെ ചില എക്സാമ്പിൾസ് കൂടി ഒന്ന് പരിശോധിക്കാം. കാനഡ ഔദ്യോഗികമായിട്ട് മൾട്ടി കൾച്ചറലിസം പ്രോത്സാഹിപ്പിക്കുന്ന ഒരു രാജ്യമാണ് കാനഡ. അതുപോലെ ഇന്ത്യ, ഏറ്റവും നല്ല എക്സാമ്പിൾ ആണ് ഇന്ത്യ. വിവിധ ഭാഷ, ജാതി, മത, സാംസ്കാരിക അംശങ്ങളൊക്കെ നിലനിൽക്കെ തന്നെ യൂണിറ്റി ഫോളോ ചെയ്യുന്നു. അതുപോലെ തന്നെ UK, ഓസ്ട്രേലിയ, USA ഇങ്ങനെയുള്ള പ്രദേശങ്ങളിലൊക്കെ സാംസ്കാരിക വൈവിധ്യമുള്ള പല ജനതകൾ ഒന്നിച്ച് താമസിക്കുന്നു. ഇനി മൾട്ടി കൾച്ചറലിസത്തിന്റെ പ്രാധാന്യം എന്താണെന്ന് നോക്കാം. മനുഷ്യാവകാശങ്ങളുടെ സംരക്ഷണമാണ് ഒന്ന്. അതുപോലെ തന്നെ സാമൂഹിക നീതി ഉറപ്പുവരുത്താൻ മൾട്ടി കൾച്ചറലിസം ആവശ്യമാണ്. മതപരമായിട്ടും ഭാഷാപരമായിട്ടും ഒക്കെയുള്ള ഒരു ഏകീകരണം, ഒരു സമവായം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. കൂടാതെ ഭിന്നമായിട്ടുള്ള ആശയങ്ങളിൽ നിന്നും ഒരു പാരസ്പര്യത്തോടു കൂടി മുന്നേറാനുള്ള പ്രവണത ഉണ്ടാവും. അപ്പൊ മൾട്ടി കൾച്ചറലിസം എന്നത്
ഒരു സമൂഹത്തിന്റെ ഏറ്റവും ആരോഗ്യകരമായിട്ടുള്ള ഒരു മുന്നോട്ട് പോക്കിന് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് ഇന്ന് നമ്മൾ കാണുന്ന ഈ വിഘടനവാദവും അതുപോലെ ഭീകരവാദവും ഇങ്ങനെയുള്ള ഒരു മോശം പ്രവണതകളെ, നെഗറ്റീവ് ആയിട്ടുള്ള പ്രവണതകളിൽ ഒക്കെ തുടച്ചു നീക്കിക്കൊണ്ട് ഒരു സമൂഹത്തിന് ഏറ്റവും ഐക്യത്തോടു കൂടി മുന്നേറാനുള്ള ഒരു അവസരമാണ് മൾട്ടി കൾച്ചറലിസം എന്നതുകൊണ്ട് നമുക്ക് ലഭ്യമാകുന്നത്. ഇത്രയാണ് നമുക്ക് ഈ യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. താങ്ക് യു.